നമസ്കാരം. 1000 ധീരയോദ്ധാക്കൾക്ക് ജന്മം നൽകിയ നാടാണ് നമ്മുടെ ഭാരതം. സത്യത്തിൽ അവരുടെയെല്ലാം ചോരയുടെയും വിയർപ്പിൻ്റെയും ത്യാഗങ്ങളുടെയും ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. എങ്കിലും അവർക്ക് നമ്മുടെ ചരിത്രം അർഹമായ സ്ഥാനം നൽകിയിട്ടില്ല എന്നത് വാസ്തവമാണ്. 12-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ട് വരെ വിദേശ ശക്തികളുടെ കീഴിലായിരുന്നു നമ്മുടെ മാതൃഭൂമി. ഈ 800 വർഷങ്ങൾക്കിടയിൽ എത്രയെത്ര ധീര രാജ്യസ്നേഹികൾ വിദേശികൾക്കെതിരായി യുദ്ധം ചെയ്ത് വീരമൃത്യു വരിച്ചിട്ടുണ്ടാകും. കുരുമുളക് മോഹിച്ചെത്തി പിന്നെ ഇവിടം ഭരിച്ച പരദേശികൾ ഒരു സുപ്രഭാതത്തിൽ സ്വർണ്ണത്താരത്തിൽ വച്ചു നീട്ടിയതല്ല നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമെന്ന് നമുക്കറിയാം. ഇതിന് പിന്നിൽ 1000 പേരുടെ ത്യാഗങ്ങളുടെയും വേദനയുടെയും പോരാട്ടങ്ങളുടെയും സ്വപ്നങ്ങളുടെയും കഥയുണ്ട്. എന്നാൽ നമുക്കിന്ന് അവരിൽ അറിയാവുന്നവരുടെ പേര് വിരലിൽ എണ്ണാവുന്നത് മാത്രമാകും. ഒരുപക്ഷെ കൂടെ നിന്ന് ഒപ്പം പോരാടേണ്ടവർ വെള്ളക്കാരൻ്റെ ഒപ്പം ചേർന്ന് നീതിക്കെതിരെ പടവെട്ടിയതുകൊണ്ട് മാത്രം പരാജയത്തിൻ്റെ കയ്പുനീർ കുടിക്കേണ്ടി വന്നവൻ. ഇതിലും വലിയ ഒരു വിശേഷണം അദ്ദേഹത്തിന് യോജിക്കുന്നുണ്ട് എന്ന് കരുതുന്നില്ല. ആയുധബലവും ആൾബലവും കൂടുതലുണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ തോൽവിയുടെ മുന്നിലെത്തിച്ചിട്ടും പ്രാദേശികരായ മറ്റു സൈന്യങ്ങൾ ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്ന് പോരാടിയതിൻ്റെ പേരിൽ മാത്രം അദ്ദേഹത്തിന് തോൽവി സമ്മതിച്ച് പിൻവാങ്ങേണ്ടി വന്നു. 1825 ഡിസംബർ 9 റവാരിയിലെ റാംപുര പ്രാന്തപ്രദേശത്ത് പുരൺ സിംഗിൻ്റെയും ഗ്യാൻ കൗറിൻ്റെയും മകനായി അഹിർ കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1857 ഭാരത സ്വാതന്ത്ര്യ സമരത്തിൽ ഉജ്ജ്വലമായ പോരാട്ടമാണ് ഹരിയാന കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ അദ്ദേഹം നടത്തിയത്. ആയിരക്കണക്കിന് പടയാളികളെ സജ്ജരാക്കുകയും ആധുനിക രീതിയിലുള്ള പടക്കോപ്പുകൾ നിർമ്മിക്കുവാൻ നിർമ്മാണശാലകൾ അദ്ദേഹം ഉണ്ടാക്കുകയും ചെയ്തു. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിത്തറയിളക്കിയ പോരാട്ടമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. റാവു തുലാറാമിനെ ഹരിയാന സംസ്ഥാനത്തിൻ്റെ വീരയോദ്ധാവായാണ് കണക്കാക്കുന്നത്. 1857 മെയ് 17 അദ്ദേഹം തൻ്റെ ബന്ധുവായ റാവു ഗോപാൽ ദേവും അനുനായികളും ചേർന്ന് ബ്രിട്ടീഷുകാർ കൊള്ള നികുതി പിരിക്കുവാൻ ചുമതലപ്പെടുത്തി നിയമിച്ച പ്രാദേശിക തഹസിൽദാരെ സ്ഥാനഭ്രഷ്ടനാക്കുകയും രേവാരി പിടിച്ചെടുക്കുകയും ചെയ്തു. ഏകദേശം 5000 സൈനികരുടെ ഒരു സേനയെ അദ്ദേഹം തയ്യാറാക്കി. തോക്കുകളും മറ്റ് വെടിക്കോപ്പുകളും നിർമ്മിക്കുന്നതിനുള്ള ആയുധശാലകൾ സ്ഥാപിച്ചു. ദില്ലിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത ബഹദൂർ ഷാ ചക്രവർത്തിയെയും മറ്റ് വിമത സേനയെയും റാവു തുലാറാം സഹായിച്ചു. ദില്ലിയുടെ പതനത്തിന് 10 ദിവസം മുൻപ് അദ്ദേഹം ജനറൽ ബഖ്ത് ഖാൻ മുഖേന 45,000 രൂപ അയച്ച് ആവശ്യമായ സാധനങ്ങൾ വലിയ അളവിൽ വിതരണം ചെയ്യുകയും 2000 ചാക്ക് ഗോതമ്പ് വിതരണം ചെയ്യുകയും ചെയ്തു. ബന്ധുവായ റാവു കിഷൻ സിംഗിന്റെ നേതൃത്വത്തിൽ റാവു തുലാറാമിന്റെ സൈന്യം 1857 നവംബർ 16 നർനൌലിന്റെ പ്രാന്തപ്രദേശത്തുള്ള നാസിബ്പൂർ വയലിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം തുടങ്ങി. തുലാറാമിന്റെ സേനയുടെ ആക്രമണം അപ്രതിരോധമായിരുന്നു. ബ്രിട്ടീഷ് സൈന്യം അവർക്ക് മുന്നിൽ ചിതറിപ്പോയി. നിരവധി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തു. പിന്നീട് ബ്രിട്ടീഷുകാരുടെ പ്രത്യാക്രമണം രൂക്ഷമായതോടെ തുലാറാം രാജസ്ഥാനിലേക്ക് മാറി. 1 വർഷത്തോളം താത്യ ടോപ്പയോടൊപ്പം ചേർന്ന് പോരാടി. എന്നാൽ രാജസ്ഥാനിലെ സിക്കാർ യുദ്ധത്തിൽ താത്യ ടോപ്പയുടെ സൈന്യത്തെ ബ്രിട്ടീഷ് സൈന്യം പരാജയപ്പെടുത്തി. കേണൽ ജെറാൾഡിന്റെ ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ അദ്ദേഹം വിജയത്തിന്റെ വക്കിലായിരുന്നു. എന്നിരുന്നാലും ബ്രിട്ടീഷുകാർക്ക് ഗാൾട്ടയിലെ നാഗാ സാധുക്കളുടെയും ജിന്ദ്, കപൂർത്തല, പാട്ടില എന്നിവിടങ്ങളിലെ സിഖ് സൈന്യത്തിന്റെയും സഹായവും ലഭിച്ചു. ഒടുവിൽ തുലാറാം റാവു പിൻവാങ്ങാൻ ഉത്തരവിട്ടു. കൽപ്പിയിൽ നടന്ന ഒരു യോഗത്തിൽ മഹാവിപ്ലവത്തിന്റെ നേതാക്കൾ തുലാറാം റാവുവിനെ ബ്രിട്ടീഷുകാർക്കെതിരായ കലാപത്തിനായി വിദേശ സഹായം തേടാനുള്ള ഒരു ദൗത്യത്തിന്റെ തലവനായി നിയോഗിച്ചു. തുലാറാം റാവു രാം പണ്ഡിറ്റ്, താരാ സിംഗ്, നത്വാറാം മാലി എന്നിവരോടൊപ്പം ടെഹ്റാനിലെ റഷ്യൻ അംബാസഡറുമായി ചർച്ച നടത്തുവാൻ ഇറാനിലേക്കുള്ള ഒരു ദൗത്യത്തിന് നേതൃത്വം നൽകാനും അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി. കാണ്ഡഹാറിൽ വെച്ച് അവർ അഫ്ഗാനിസ്ഥാനിലെ അമീർ ദോസ് മുഹമ്മദ് ഖാനെ കാണുകയും അഫ്ഗാനിസ്ഥാൻ നേതാക്കളുമായി കൂടുതൽ ചർച്ചകൾക്കായി കാബൂളിൽ എത്തുകയും ചെയ്തു. 1859 റാവു തുലാം റാമിന്റെ സ്വത്തുക്കൾ ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടി. അദ്ദേഹത്തിന് രോഗം പിടിപെട്ടു. പിന്നീട് ഒരിക്കലും തൻ്റെ ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ശരീരമാകെ പടർന്ന അണുബാധയെ തുടർന്ന് 38-ാം വയസ്സിൽ അദ്ദേഹം അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ വെച്ച് 1862 സെപ്റ്റംബർ 8 അന്തരിച്ചു. അന്നത്തെ അഫ്ഗാൻ ഗവൺമെന്റ് ഔദ്യോഗിക ബഹുമതികളോടെ അദ്ദേഹത്തെ കാബൂളിലെ ദില്ലി ഗേറ്റിൽ സംസ്കരിച്ചു. ചിത്രം പോലും അവഗണിച്ച നമ്മുടെ ധീരരെ ഇനിയെങ്കിലും അംഗീകരിക്കുക എന്നത് ഒരു ഭാരതീയൻ എന്ന നിലയിൽ നമ്മുടെ കർത്തവ്യമാണ്. ഇനിയെങ്കിലും അതിനായുള്ള പരിശ്രമങ്ങൾ നമുക്ക് തുടരാം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം.
Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.